ഓം ശ്രീ മഹാദേവേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. നമ്മൾ ഇന്ന് അർത്ഥം പറയുന്നത് 78ാമത്തെ ശ്ലോകം, 353ാമത്തെ നാമം എന്ന് പറയാം. 78ാമത്തെ ശ്ലോകം. ഭക്തിമത് കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃത ശേഷ പാഷണ്ഡ സദാചാര പ്രവർത്തിക. എന്തൊക്കെ ദേവിയുടെ വിശേഷണങ്ങൾ വീണ്ടും വരികയാണ്. ഭക്തിമൽ കൽപ്പലതിക എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് കൽപ്പലത പോലെ അഭീഷ്ടങ്ങളെ കൊടുക്കുന്നവൾ. ഭക്തിമത് കൽപ്പലതിക. കൽപ്പലത എന്ന് പറഞ്ഞാൽ എന്താഗ്രഹിച്ചാലും, കൽപ്പവൃക്ഷത്തിൻ്റെ ലതയാണ്, എന്താഗ്രഹിച്ചാലും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഭക്തർക്ക് കൽപ്പലത പോലെ സർവകാമ വരപ്രദയാണ് ദേവി എന്നർത്ഥം. എന്തു ചോദിച്ചാലും ദേവി തരും. ഭക്തർക്കാണ് എന്തു ചോദിച്ചാലും ദേവി തരുന്നു. കൽപ്പലത പോലെ, കൽപ്പവൃക്ഷത്തിൻ്റെ ലത പോലെ എല്ലാം തരുന്നു. അതാണ് ഭക്തിമത് കൽപ്പ എന്ന വാക്കെടുത്താൽ. കാമ്യമായി മാത്രം ഭജിക്കുന്നവൻ എന്നർത്ഥമെടുത്താൽ അങ്ങനെയുള്ളവരെയും ക്രമേണ ഉത്തമ ഭക്തന്മാരാക്കി നിഷ്കാമ ഭക്തിയിലേക്ക് ഉയർത്തുന്ന ലതികയാണ് ദേവി എന്നും അർത്ഥം പറയാം. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. അതാണ് കാമ്യമായി മാത്രം ഭജിക്കുന്നവൻ എന്ന് ഒരർത്ഥമെടുത്താൽ അതിന് അങ്ങനെയുള്ളവരെ ക്രമേണ ഉത്തമ ഭക്തന്മാരാക്കി നിഷ്കാമ ഭക്തിയിലേക്ക്, കാമ്യഭക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉള്ളത്, നിഷ്കാമം ആഗ്രഹമില്ലാത്തത്, ഒന്നും ആഗ്രഹിക്കാത്ത ഭക്തിമാർഗം മാത്രം ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ഭക്തിയിലേക്ക് ഉയർത്തുന്ന ഒരു ലതികയാണ് ദേവി എന്ന് നമുക്കതിന് വ്യംഗ്യമായ അർത്ഥം സൂചിപ്പിക്കാം. അടുത്തത് പശുപാശ വിമോചിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കളെ പാശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. പശുക്കൾ എന്ന് പറഞ്ഞാൽ ജീവികളാണ്, നാൽക്കാലികളെ പശുക്കൾ എന്ന് പറയും. പശുക്കളെ പാശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. വിവേകശൂന്യരായ മൃഗതുല്യമായി ജീവിക്കുന്ന മനുഷ്യരെയാണ് ഇവിടെ പശു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ത്യാജ്യഗ്രാഹ്യ വിവേകങ്ങളൊന്നും ഇല്ലാതെ, മൃഗതുല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല, യാതൊരു വിശേഷ ബുദ്ധിയും ഇല്ലാതെ ജീവിക്കുന്ന അങ്ങനെയുള്ള ജീവികളെ, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഒന്നും അറിയാൻ വയ്യ, അവർക്ക് എന്തൊക്കെയാണ് നല്ലത് ചീത്ത ഒന്നും അറിയില്ല. അങ്ങനെ മൃഗതുല്യരായി ജീവിക്കുന്ന മനുഷ്യരെയാണ് ഇവിടെ പശു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഹാര നിഹാരാദികളിൽ മാത്രം ശ്രദ്ധിക്കും. നമുക്ക് കഴിക്കാൻ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു, ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ഈശ്വരനെ അന്വേഷിക്കാനോ അറിയാനോ ശ്രമിക്കാതെ അവരുടെ ജീവിതം, അവരുടെ ജന്മം നിഷ്ഫലമായി പോകുന്നു. അങ്ങനെയുള്ളവരെ പോലും കാരുണ്യത്താൽ കർമ്മപാശത്തിൽ നിന്നും ദുഃഖസാഗരത്തിൽ നിന്നും മോചിപ്പിക്കുന്നവളാണ് ദേവി. ദേവിയുടെ കാരുണ്യം കൊണ്ട് അവരെ കർമ്മപാശത്തിൽ നിന്ന്, ദുഃഖസാഗരത്തിൽ നിന്ന്, ദുഃഖത്തിൻ്റെതായ ആ സാഗരത്തിൽ നിന്നും മോചിപ്പിച്ച് അവരെ വിശേഷ ബുദ്ധിയുള്ളവരെ ആക്കി മാറ്റാൻ ദേവിക്ക് കഴിയുന്നുണ്ട്. പക്ഷെ അവർ ദേവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈശ്വര ഭക്തി എന്ന ഒരംശത്തിലേക്ക് അവരുടെ മനസ്സ് വരണം. അങ്ങനെ വരുമ്പോഴാണ് അവരെ ഇങ്ങനെ ദുഃഖസാഗരത്തിൽ നിന്നും, ഭവസാഗരം എന്ന് പറയും, ദുഃഖസാഗരം, ഈ ലൗകിക ജീവിതമാകുന്ന ആ സാഗരത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നു ദേവി. അടുത്തത് സംഹൃത ശേഷ പാഷണ്ഡ. സംഹൃത അശേഷ പാഷണ്ഡ. പാഷണ്ഡന്മാരെ നിശേഷം സംഹരിക്കുന്നവൾ. സംഹൃത എന്ന് പറഞ്ഞാൽ സംഹരിക്കുന്നവൾ. അശേഷം എന്ന് പറഞ്ഞാൽ ഒട്ടും ബാക്കി വയ്ക്കാതെ മുഴുവനായിട്ട്. ആരെയാണ്? ധർമ്മവിരുദ്ധമായ ജീവിതചര്യകളിൽ ഏർപ്പെടുന്നവരും ധർമ്മിഷ്ഠരെന്ന ഭാവത്തിൽ മറ്റുള്ളവരെ കബളിപ്പിക്കുകയും സുഖഭോഗങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് പാഷണ്ഡന്മാർ എന്നിവിടെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ധർമ്മവിരുദ്ധമായ ജീവിതത്തിൽ മുഴുകി ജീവിച്ചു പോവുകയാണ്. പക്ഷെ അവർ ധർമ്മിഷ്ഠരാണെന്ന് ഭാവിക്കുന്നു, മറ്റുള്ളവരെ കബളിപ്പിക്കുന്നു, സുഖലോലുവരായി സുഖങ്ങൾ തേടി എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പാപം ചെയ്യുന്നവരെയാണ് അശേഷമായി, നിശേഷമായി സംഹരിക്കുന്നവൾ. സംഹൃത ശേഷ പാഷണ്ഡ. അപ്പം അങ്ങനെയുള്ള പാപികളായ ആളുകളെ നിശേഷമായി സംഹരിക്കുന്നവളാണ് ദേവി.
ദേവി എല്ലാം നൽകുന്നു, സ്നേഹിക്കുന്നു, എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ദേവി തന്നെ അധമന്മാരെ, ധർമ്മവിരുദ്ധരായ അങ്ങനെയുള്ള ജീവിതചര്യകളിൽ ഏർപ്പെടുന്നവരെ അവർ മാത്രമല്ല മറ്റുള്ളവരെ കബളിപ്പിക്കുകയാണ്. ധർമ്മിഷ്ഠരെന്ന ഭാവത്തിൽ മറ്റുള്ളവരെ കബളിപ്പിച്ച് സുഖഭോഗങ്ങൾ നേടിയെടുക്കുന്നു. അങ്ങനെയുള്ള പാപികളായ ആളുകളെ അവരെയാണ് പാഷണ്ഡന്മാർ എന്ന് പറയുന്നത്. ആ പാഷണ്ഡന്മാരെ സംഹരിക്കുന്നവളാണ്, അശേഷമായി ബാക്കി വയ്ക്കാതെ സംഹരിക്കുന്നവളാണ് ദേവി. അടുത്തതോ സദാചാര പ്രവർത്തിക. ദേവി സദാചാരത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സത്തായ ആചാരം എന്ന അർത്ഥമുള്ള സത്പ്രവൃത്തികളിൽ മുഴുകുന്നവൾ എന്നർത്ഥം. മുഴുകുക എന്ന് പറഞ്ഞാൽ ദേവിയല്ല, ദേവി മുഴുകിക്കുകയാണ് മറ്റുള്ളവരെ ആ സദാചാരങ്ങളിൽ അല്ലെങ്കിൽ നന്മ ചെയ്യാനായിട്ട്. സത്തായ ആചാരം, സത്വമായ ആചാരം എന്നും പറയാം. അപ്പം അങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു, അതിലേക്ക് ആ സത്പ്രവൃത്തികളിൽ മുഴുകിക്കുന്നവളാണ് ദേവി. അതാണ് സദാചാര പ്രവർത്തിക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്തായ വസ്തു എന്നിവിടെ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടി പറയുന്നുണ്ട്, പരമാത്മാവ്. ഒരിക്കലും നാശമില്ലാത്ത പരമാത്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും എല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ആ പ്രപഞ്ച നിർമ്മാണവും സംരക്ഷണവും എല്ലാം നടത്തുന്ന പരമചൈതന്യത്തെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവിന് ഒരിക്കലും നാശമുണ്ടാകുന്നില്ല. അതിനെ പ്രാപിക്കാൻ സഹായിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ. ആ ആചാര അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ സത്യം, ധർമ്മം, അഹിംസ, ക്ഷമ, സ്നേഹം, ഇതിലെല്ലാം അധിഷ്ഠിതമായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളും അതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ്, പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ദേവി. അപ്പോൾ പരമാത്മാവിലേക്ക് സത്തായ ആചാരം, സദാചാരം, ആ സത്തായ ആചാരത്തിലേക്ക് കടന്ന് ആ പ്രമാണങ്ങൾ, അതിലധിഷ്ഠിതമായ പ്രമാണങ്ങൾ, അഷ്ടാദശ 18 വിദ്യകളാണ്. അതിലധിഷ്ഠിതമായ എല്ലാ വിദ്യകളും ഉൾക്കൊണ്ട് സദാചാരത്തെ നിർദ്ദേശിച്ചുകൊണ്ട് അവയിലെല്ലാം കുടികൊള്ളുന്ന ചൈതന്യമാണ് ദേവി. ആ ചൈതന്യം പരമാത്മ ചൈതന്യത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാന ഘടകമാണ്, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് 18 അഷ്ടാദശ വിദ്യകൾ, പ്രമാണങ്ങളെ പറയുന്ന 18 വിദ്യകൾ പറയുന്നുണ്ട്. 4 വേദങ്ങൾ, ഋഗ്വേദം, യജുസ്വേദം, സാമവേദം, അഥർവവേദം. അതിൻ്റെ ഉപവേദങ്ങൾ 4: ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം. പിന്നെ ആ വേദത്തിൻ്റെ അംഗങ്ങളുണ്ട്, വേദാംഗങ്ങൾ. അത് 6: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഇങ്ങനെ 6 വേദാംഗങ്ങളുണ്ട്. 4 ശാസ്ത്രങ്ങളുണ്ട്, ധർമ്മശാസ്ത്രം, ന്യായശാസ്ത്രം, മീമാംസ, പുരാണം. അപ്പോൾ ഇവയെല്ലാം സദാചാരത്തെ നിർദ്ദേശിക്കുന്നവയാണ്. അത് ആ സദാചാരത്തിൽ മുഴുകി നിൽക്കുന്ന സദാചാര പ്രവർത്തിക എന്ന് ദേവിയെ വിശേഷിപ്പിക്കുമ്പോൾ ആ സദാചാരത്തിൽ ഈ 18 വിദ്യകൾ അതിലുണ്ട്. ആ വിദ്യകളെല്ലാം, അവയിലെല്ലാം കുടികൊള്ളുന്ന ശക്തിയാണ്, ചൈതന്യമാണ് ദേവി. ആ ദേവിയുടെ വിശേഷണമാണ്. അത് താന്ത്രികമായ വിശേഷണവും സാധാരണ വിശേഷണവും, ഇപ്പം ലൗകികമായ അർത്ഥവും അതോടൊപ്പം വ്യംഗ്യമായ അർത്ഥവും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. അപ്പം ഇങ്ങനെ പറയുമ്പോൾ 2 തരത്തിൽ അർത്ഥങ്ങൾ പറയുമ്പോഴാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ ആ ചൈതന്യം കുടികൊള്ളുന്ന ശക്തിയാണ് ദേവി. ആ ശക്തി ദേവി ഭക്തരിലേക്ക് ദേവി പകർന്നു കൊടുക്കുന്നു എന്നുകൂടി അതിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് 79ാമത്തെ ശ്ലോകം. താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യ തമോപഹ. അതെന്തൊക്കെയാണ്? താപത്രയാഗ്നി, താപത്രയ അഗ്നി. താപത്രയം എന്ന് പറഞ്ഞാൽ 3 തരം താപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ താപം ത്രയം, 3 താപങ്ങൾ, ആ 3 താപത്രയം, 3 താപങ്ങൾ, ആ താപങ്ങളെ അതിനെ നശിപ്പിച്ചുകൊണ്ട് സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക,
താപത്രയമാകുന്ന അഗ്നിയിൽ തപിപ്പിക്കപ്പെടുന്നവർക്ക്, ആ അഗ്നിയിൽ ചുട്ടുപഴുത്ത് ആ അഗ്നിയിൽ വീണ് സങ്കടപ്പെടുന്നവർക്ക്. അത് താപം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. 3 തരം ദുഃഖങ്ങളാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. ആ 3 തരത്തിലുള്ള, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ആ 3 തരത്തിലുള്ള ദുഃഖങ്ങളാകുന്ന അഗ്നിയിൽ തപിപ്പിക്കപ്പെടുന്നവർക്ക്. അഗ്നി ചൂടാണ്, ഇവിടെ താപം എന്ന് പറഞ്ഞാൽ ചൂടാണ്, ദുഃഖവും ചൂടാണ്. അപ്പോൾ ഈ താപം, ഈ അഗ്നി അല്ലെങ്കിൽ ഈ ദുഃഖം, അതിൽ ദുഃഖിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ തപിപ്പിക്കപ്പെടുന്നവർക്ക് ആഹ്ലാദത്തെ നൽകുന്ന ചന്ദ്രിക ആയവളാണ് ദേവി. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിലാവാണ്. ആ നിലാവ് ചൂടിനെ ഇല്ലാതാക്കുന്നു. കുളിർമയാണ് നിലാവിൻ്റെ ഗുണം. അപ്പോൾ കാണാൻ കണ്ണിനും മനസ്സിനും എല്ലാം കുളിർമ നൽകുന്ന ഒന്നാണ് നിലാവ്. ആ നിലാവാണ് ദേവി. അതിനെ മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്ന താപത്രയങ്ങളാകുന്ന അഗ്നിയിൽ ദുഃഖിപ്പിക്കപ്പെടുന്നവർക്ക്, തപിപ്പിക്കപ്പെടുന്നവർക്ക് ആഹ്ലാദമാകുന്ന ചന്ദ്രിക, നിലാവ് ആയവളാണ് ദേവി. ഇനി താപത്രയം എന്താണെന്ന് നോക്കാം. 3 താപങ്ങളെ കുറിച്ചാണ് ഈ ആധ്യാത്മികമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭാഗവതത്തിലാണെങ്കിലും പുരാണങ്ങളിലാണെങ്കിലും എല്ലാം 3 താപങ്ങളെ കുറിച്ചാണ് പ്രത്യേകം പറയുന്നത്. 1 ആധ്യാത്മികം, 2 ആധിഭൗതികം, 3 ആധിദൈവികം. ഇങ്ങനെ 3 താപങ്ങളാണ്. അപ്പോൾ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ രോഗാദി ദുരിതങ്ങൾ ആധ്യാത്മികവും, അപകടങ്ങളും മറ്റ് ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന അവ ആധിഭൗതികവും, പിന്നെ അവിചാരിതമായി നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നും ഒതുങ്ങാതെ വരുന്നതാണ് ആധിദൈവികം. ആധി എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പോൾ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, ഇങ്ങനെ 3 താപങ്ങളാണ്. 1 നമ്മുടെ ചുറ്റുപാടുകളിൽ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുന്നത് ആധ്യാത്മികമായിട്ട് പറയും. ആധിഭൗതികം എന്ന് പറഞ്ഞാൽ അതും ഇതിങ്ങനെയുള്ള പ്രകൃതി ദത്തമായ പല ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മനുഷ്യർക്കുണ്ടാകുന്നത്. ഇത് രണ്ടും അങ്ങനെയാണ്, ആധിഭൗതികവും ആധ്യാത്മികവും. പിന്നെ 3ാമത്തെയാണ് ആധിദൈവികം. അത് നമ്മുടെ അറിവിനും നിയന്ത്രണത്തിനും എല്ലാം അതീതമായി ഉണ്ടാകുന്ന ആധിയാണ്, അങ്ങനെയുള്ള ദുഃഖമാണ്, ദുരന്തങ്ങളാണ് ആധിദൈവികം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 താപങ്ങളാണ് മനുഷ്യ സമൂഹം അനുഭവിക്കുന്നത്. ആ താപത്തിനെയാണ് താപത്രയം എന്ന് പറയുന്നത്. ആ താപത്രയത്തിൽ മുഴുകി ദുഃഖത്തിൽപ്പെടുന്ന മനുഷ്യരാശിക്ക് സന്തോഷമാകുന്ന നിലാവ് ആകുന്നവളാണ് ദേവി. പിന്നെ അടുത്തത് തരുണി താപസാരാധ്യ. തരുണി എന്നുദ്ദേശിക്കുന്നത് ദേവി നിത്യയൗവനയാണ്. ദേവി എന്നും യൗവനത്തോടു കൂടി, സൗന്ദര്യത്തോടു കൂടി ഇരിക്കുന്നവളാണ് ദേവി. അതാണ് തരുണി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താപസാരാധ്യ, താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ്. താപസന്മാർ, മഹർഷിമാർ, വലിയ യോഗീശ്വരന്മാരെല്ലാം ദേവിയെ സ്തുതിക്കുന്നു, ദേവിയെ ആരാധിക്കുന്നു, ദേവിയെ പൂജിക്കുന്നു. അപ്പോൾ അവരാൽ, താപസന്മാരാൽ ആരാധിക്കപ്പെടുന്ന, ഋഷീശ്വരന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. പിന്നെ ആത്മജ്ഞാനവും ആത്മശക്തിയും നേടിയ തപോധനന്മാർ, അങ്ങനെയുള്ള ഋഷീശ്വരന്മാർ പോലും ദേവിയെ ആരാധിക്കുകയാണ്. അപ്പോൾ ദേവി അത്രയേറെ മഹത്വമുള്ള, ഉത്കൃഷ്ടത ഉള്ള ഒരു ശക്തിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ തനുമധ്യ തമോബഹ. തനുമധ്യ എന്ന് പറഞ്ഞാലോ കൃശമായ മധ്യഭാഗത്തോട് കൂടിയവൾ. തമോബഹ എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റുന്നവൾ. അജ്ഞാനമാകുന്ന അന്ധകാരം, മനുഷ്യനിൽ ഉണ്ടാകുന്ന അന്ധകാരം എന്ന് പറഞ്ഞാൽ ആ അന്ധകാരം അജ്ഞാനമാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് നമ്മൾക്ക് അജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ആ ഇരുട്ടിനെ അകറ്റുന്നത് ദേവിയാണ്. അപ്പം അറിവില്ലാണ്ട് അജ്ഞാനമാകുന്ന അറിവുകേട് കൊണ്ട് നമ്മൾ അന്ധകാരത്തിൽ അകപ്പെട്ടു പോകുന്നു. അന്ധകാരത്തിൽ പെട്ടുപോകുമ്പോൾ അജ്ഞാനമായ അന്ധകാരത്തിൽ നിന്ന് നമ്മെ കരകയറ്റണമേ എന്ന്
ഈശ്വര പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി മനുഷ്യനെ വെളിച്ചത്തിലേക്ക്, ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ് ദേവി. എല്ലാ ദേവീ ദേവന്മാരുടെ സ്തുതികൾ ചെയ്യുമ്പോഴും സ്തുതിഗീതങ്ങളിൽ എല്ലാം പറയുന്നത് ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്നാണ് ഈശ്വരനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അജ്ഞാനം അന്ധകാരവും ജ്ഞാനം പ്രകാശവുമാണ്. ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി ഈ അന്ധകാരത്തെ അകറ്റി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നൽകുന്ന ശക്തിയാണ് ദേവി എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. അടുത്ത കഴിഞ്ഞുള്ളത് 80-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓം ശ്രീ